ഇത് ബദിര നഗറിലെ മുസ്തഫയുടെ വീടും മുസ്തഫയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ എം മൂസ അല്പം വിവരിക്കും. കുമ്പളയിൽ നമുക്ക് സുപരിചിതനായ മുസ്തഫയുടെ വീടാണ്. ചെറുപുളിയും ബത്തക്കയും ഒക്കെ വിറ്റിരുന്ന ഒരു കാലം. ഇന്ന് മുസ്തഫയും കുടുംബവും ദുരിതത്തിലാണ്. സർക്കാർ സ്ഥലത്ത് കെട്ടിപ്പൊക്കിയ ഒരു ചെറ്റക്കുടിലിൽ താമസിക്കുകയാണ് മുസ്തഫയും കുടുംബവും. കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും മന്ദബുദ്ധികളായ 2 പെൺമക്കളും. സർക്കാരിനോട് പല പ്രാവശ്യവും ആവശ്യപ്പെട്ടു മുസ്തഫ എനിക്ക് സ്വന്തമായി ഈ സ്ഥലം അളന്നു തരണമെന്ന്. പക്ഷേ അധികൃതർ ഇതുവരെ കനിഞ്ഞിട്ടില്ല. മുസ്തഫ പോരാട്ടം തുടരുമ്പോഴും കോരിച്ചൊരിയുന്ന മഴയത്ത് മുസ്തഫ കുടുംബവും ചോർന്നൊലിക്കുന്ന വീട്ടിനുള്ളിൽ കഴിയുകയാണ്. മുഗ്രാൽ ഓൺലൈൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ കുടുംബത്തിന്റെ ദുരവസ്ഥയാണ്. പിന്നെ എനിക്ക് 2 പെണ്ണ് കിടാക്കും. പിന്നെ അതിന് 2ലും മന്ദബുദ്ധിയാണ്. പിന്നെ എനിക്ക് എൻ്റെ സ്ഥിതി കാണുമ്പോഴേക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് സുഖമില്ല, പണിയെടുക്കാൻ സുഖമില്ലാതെ 10 മാസമായി ഞാൻ ഇവിടെ പുരയിൽ കിടക്കുന്നതും പിന്നെ ഇങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ തേടിയിട്ട് നിസ്കരിക്കുന്നതും. ഇങ്ങനത്തെ എല്ലാം കഷ്ടക്കാലം. ഇപ്പം 2 പെണ്ണുമക്കളും ഭാര്യ ഉള്ളത്. അവർക്ക് ഒരു പോരാക്കി കൊടുക്കണം. എല്ലാം പാസ്സായിട്ട് എല്ലാം റെഡിയായിട്ട് ഓഫീസറെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് അളന്നിട്ട് തരുന്നില്ല സ്ഥിതിയിലുള്ള. ഭാര്യന്റെ ഭാഗത്തും ആരും സഹായിക്കാനില്ല. ഭാര്യന്റെ ഇല്ല ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. ഓക്ക് തുണ ഉള്ളത് ഞാൻ മാത്രം, കെട്ടിയായിരുന്നു ഞാൻ മാത്രം ഉള്ളത്. നിങ്ങളുടെ ഭാഗത്തും ആരും സഹായിക്കാനില്ല. നിങ്ങളുടെ ഭാഗത്തും ആരും സഹായിക്കാനില്ല. ഇല്ല ആരുമില്ല. ഇവിടെ ഇങ്ങനെ ചോറും കറിയും വെച്ചോണ്ടുണ്ടായ സ്ഥലമാണ് ഇത്. അപ്പോ പിന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ കിടാൻ്റെ അടുത്തേക്ക് പോയായിരുന്നു. ഞങ്ങൾ നോക്കാൻ വേണ്ടിട്ട് പോയി. അപ്പൊ ഇവിടെ അടുക്കത്തിൽ ഇവിടെ ചോറ് വെച്ചിട്ട് തീയൊന്നും വെച്ചിട്ടില്ല. ഇവിടെ തീയൊന്നും അടുക്കൊന്നും ഇതാക്കിയിട്ട് കത്തിയിട്ടൊന്നുമില്ല. ഇത് ഉച്ചക്ക് 1:30 മണിക്കാണ് സംഭവം. തീ പിടിച്ചത് 1:30 മണിക്ക്. അപ്പൊ ഇവിടുന്ന് ഓരോ പുരയിന്ന് ഇങ്ങനെ ഫോണ് വന്നിട്ട് ഇല്ല നിങ്ങൾ ഉച്ച വന്നത് നിങ്ങളെ പുര ആകെ കത്തിപ്പോവും, ഇതും തേച്ച് പോയി പോവും, ഈ മാടെല്ലാം പോയി പോവും, നിങ്ങൾക്ക് വന്നിരുന്നില്ല. അപ്പൊ ഞാൻ പാഞ്ഞിട്ട് വരുമ്പോഴേക്ക് ഇവിടെ 2:30 മണിക്ക് ഇവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം. അത് എതിർക്കറിഞ്ഞ് എന്നോട് അന്ന് ഇത് ആർക്കും കൊടുത്തിട്ടില്ല, ഈ സ്ഥലം ആർക്കും കൊടുത്തിട്ടില്ല. കുറെ ആളുകൾ നോക്കിയിട്ട് പോയി ഇവിടെ ചായപ്പിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായി. ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നോട് കുറെ സംഗതി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ പാട് നോക്കിയോ. ഇത് ഞങ്ങളെ മെമ്പർമാർ കൊടുത്തിട്ട് 2 ആളെ ഇരുത്തിയത് മുഹമ്മദ് ഷം ഈ അസനാർത്ഥൻ്റെ മോൾ രംലാം ഇരുത്തിയത്. എന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ സ്വന്തമാക്കി നിങ്ങൾക്ക് തന്നെ ഇത് ജാഗ്രത സ്ഥലം, നിങ്ങൾ എന്ത് പേടിക്കണ്ട, കർമ്മേന എല്ലാം ശരിപ്പെടുത്തിട്ട് തീർന്നു, നിങ്ങൾ കുക്കറാക്കണ്ട, ടെൻഷനാക്കണ്ട. എന്നിട്ട് അപ്പോൾ ധൈര്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ റൈറ്റ് തന്നു. അങ്ങനെ ഇത് ഞങ്ങൾ ഇവിടെ വരുന്നായിട്ട് മിന്നെ ഞങ്ങൾ കോഴ്സിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. റൂമിൽ 4-5 റൂമിൽ ഇരുന്നിട്ട് ഞാൻ നയിച്ചപ്പോഴല്ലോ ഞാൻ റൂമിൽ കൊടുത്തിട്ടിരുന്നു. സാർ എനിക്കറിയും എൻ്റെ സംഗതി അറിഞ്ഞില്ല. ഞാൻ കുറേ കൊല്ലം മുഖരല്ല ഉണ്ടായല്ലേ. ഞാൻ അന്തൊക്കെ ചില അവിടെ പുരയിൽ കിടത്തത്തിലായിട്ട് ഞാൻ എന്തെല്ലാം ആയിട്ടുണ്ടായില്ല. അപ്പൊ എന്റെ സ്ഥിതി ഒന്നും പറയണ്ടായി. ഇപ്പൊ സുഖമില്ല, തീരെ എനിക്ക് നയിക്കാൻ കഴിയുന്നില്ല, തീരെ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഒന്ന് സലാമത്തായിട്ട് കിട്ടാനുള്ള ഒരു അപേക്ഷ. സ്കൂളിൽ പഠിച്ച സ്കൂളിലേക്ക് പോയിട്ടില്ല, മദ്രസക്ക് 4ാം ക്ലാസ് പോയിക്കോണേ കുമ്പളയിൽ. പിന്നെ ഇപ്പൊ തീരെ പോകുന്നില്ല. പിന്നെ ഒരു മോള് അതാണ് ഞാനും പച്ചക്കറി. മൂത്തതാ ചെറുതാ? മൂത്തത്. മരുന്നൊന്നും എടുക്കുന്നുണ്ടാ മോക്ക്? മരുന്ന് അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചെറ്റപ്പന്തല് ഇരുന്നിട്ടുള്ളത്. ഇപ്പൊ അതിലും കുറച്ച് കടമുണ്ട് എനിക്ക്. പിന്നെ ബാക്കിയുള്ള കാര്യം ഇത് ഒരു പൊരന്റെ സംഗതിയാണ്. അപ്പൊ നിങ്ങളെല്ലാം കഴിയുന്നതും ഞങ്ങൾക്ക് വേണ്ടി ഇതിന് സഹായം ചെയ്യണമെന്ന് നിങ്ങളോട് ഉണർത്തുന്നു എന്ന്. അസ്സലാമു അലൈക്കും.